ഈ മെച്ചം ഫയൽ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് മെക്ലാറും കാറും കാര്യങ്ങളും ആഡായിട്ടുണ്ട്. ഈ മെക്ലാറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൂടി തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ട്രാക്ടർ ടൊച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മോഡും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. ഈ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ GTFൻ്റെ കുറച്ച് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളും നമ്മുടെ ഡെവലപ്പറായി നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ചിങ് ശ്രമിക്കേണ്ടതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവത്തില്ല. വെച്ചാൽ മറ്റേ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്താണ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ നമ്മുടെ മെക്ലാറും കാറും നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, നമ്മൾ ലിങ്ക് വഴി വെച്ച് RGS മെനു വഴി വെച്ച് ആഡ് ചെയ്യുന്ന രീതിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊരു മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് മുമ്പായിട്ട് വരെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ്സ് വെച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് ലംബോർഗിനി ഉർസോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടി അതേ രീതിയായിരിക്കും നമ്മുടെ ലംബോർഗിനി ഇല്ല സോറോ നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ പേര് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളെന്ന് വെച്ചാൽ 2022 ആണ് നമ്മുടെ ഈ ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ചിപ്പ് കോഡും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചിപ്പ് കോഡും കാര്യങ്ങളും മാറ്റണം, വേറെ ചിപ്പ് കോഡും കാര്യങ്ങളും ആക്കണം, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും വല്ല നമ്പറോ വല്ലതും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചിപ്പ് കോഡ് ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചിപ്പ് കോഡ് തന്നെ മതി, അല്ലെങ്കിൽ 2022 മതി എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അതിനുവേണ്ടി കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ലംബോർഗിനിക്കകത്ത് വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കുറേ പേര് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടായിരുന്നു കമൻസിനകത്ത് കാര്യങ്ങളൊക്കെ. അപ്പം വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പുതിയതായിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പഴയതുപോലെ ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഡെവലപ്പറോട് സംസാരിച്ചിട്ട് പുതിയൊരു അപ്ഡേഷനകത്ത് നമുക്ക് പുതിയ എന്തെങ്കിലും മാറ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെവലപ്പർ കാര്യങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റ്സിനകത്ത് നമുക്ക് വല്ല മാറ്റം കാര്യങ്ങളൊക്കെ കാണുമില്ല നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും അങ്ങനത്തെ വല്ല അപ്ഡേറ്റ്സും കൂടി നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതും കൂടെ നമ്മൾ ഡെവലപ്പറോട് ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിനും എന്താണ് അഭിപ്രായം കാര്യം കൂടെ ഇങ്ങോട്ട് നോക്കേണ്ടതാണ്. അവരോടും കൂടി ചോദിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരേ മൈൻഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ നമുക്കതും കുറച്ചുകൂടി ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും മസ്റ്റായിട്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റ്സിൻ്റെ കുറച്ച് ലീക്സും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അതിൽ ഒരെണ്ണമാണ് നമ്മുടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ വരാൻ പോകും നമ്മൾ പറഞ്ഞത്. അപ്പോൾ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പ്ലഗിൻ ആപ്പിനകത്തായിരിക്കും വരുന്നത്. ആദ്യം പ്ലഗിൻ ആപ്പിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറി ആഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന രീതിയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ എന്തായാലും ചിപ്പ് കോഡും കാര്യങ്ങളും 2022 വരുന്നത് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചിപ്പ് കോഡും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റവും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതും കൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ആക്ടർ ടോക്ചാൻ എന്ന് പറയുന്ന ഒരു മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്കായിരിക്കും ആദ്യം തന്നെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ബീറ്റ വെർഷനായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഈ ടോക്ചാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മുടെ വടംവലി കൂട്ടനാണ്. നമ്മുടെ കാറും ഇതും വേറെ എന്തെങ്കിലും വെഹിക്കിളും വെച്ചിട്ടാണ്. ഇപ്പം ഞാനിപ്പം ഡിഫൻഡറും ട്രാക്ടറും വെച്ചിട്ടാണ് ഞാനിവിടെ ടോക്ചാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കാർസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്ന ഇതാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോട്ട് വരണം. പ്ലഗിൻ ആപ്പിനകത്ത് നമുക്ക് താഴെ ടോക്ചാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ടോക്ചാനും കാര്യങ്ങൾ ഇപ്പം നിലവിൽ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടില്ല, വരുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടോക്ചാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ടോക്ചാൻ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ടോക്ചാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതിയുടെ മെത്തേഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഗോഡ്സിലയുടെ മോഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗോഡ്സിലയുടെ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞത്. ഇവിടെ താഴെ സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കോപ്പീഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ കോപ്പീഡ് എന്ന് കാണിച്ചാൽ നമുക്ക് ഇനി നേരെ നമ്മുടെ ഈ ഒറിജിനൽ ഗെയിമിനകത്തോട്ട് പോയി ഇന്ത്യൻ ബൈക്ക് 3Dക്കകത്തോട്ട് കയറേണ്ടതാണ്. അവിടെ നിങ്ങൾക്കാണെങ്കിൽ പ്ലേയും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പ്ലേ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗെയിമിൻ്റെ അകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിൻ്റെ അകത്തോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നിങ്ങൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യേണ്ടതാണ്. ഇവിടെ നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നെറ്റ് ഓൺ ചെയ്യണം. ഗെയിം കയറുന്നതിന് മുമ്പ് നിങ്ങൾ നെറ്റ് ഓൺ ആക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗെയിമിൽ കയറിയതിന് ശേഷം നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓണാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷമാണ് ഓണാക്കുന്നത്.
അപ്പോൾ രണ്ടിനും ഡിഫറൻസും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് നെറ്റ് ഓൺ ആക്കുവാണെങ്കിൽ ആഡും കാര്യങ്ങളും വരും. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ ആഡ് വരത്തില്ല, നമുക്ക് കോപ്പി പേസ്റ്റ് ഇല്ല, മറ്റേ ഇവിടെ പേസ്റ്റ് ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു ആഡ് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. ചിലവർക്ക് വരും, ചിലവർക്ക് വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ആഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ നേരെ തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുവാണ്. എനിക്കിവിടെ ഇപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് നെറ്റിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാൻ നേരെ ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നേരെ ഞാനാണെങ്കിൽ ഇവിടെ മോസ്റ്റ് ചാലഞ്ച് മോഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ചാലഞ്ച് മോഡ് എടുക്കുമ്പോൾ അവിടെ ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങൾ എനിക്കിവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് വന്ന് കിടക്കുന്നുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്കിവിടെ ഗോഡ്സിലയുടെ മോഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ ആ ഗോഡ്സിലയുടെ മോഡും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഗോഡ്സിലയുടെ മോഡിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മളിപ്പം നമുക്ക് സിറ്റി കാര്യങ്ങൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ ഒരു സ്നൈപ്പറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. സ്നൈപ്പർ എടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഗോഡ്സിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഗോഡ്സിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ട്രാക്ടർ ടച്ചാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാലഞ്ചും കൂടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ടച്ചാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വടംവലിയുടെ വേറൊരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് പാടാണ് ഈ ഒരു പേര് പറയാൻ വേണ്ടിയിട്ട്, ടച്ചാൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും എത്ര പേർക്ക് ഈ ടച്ചാനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ ഗോഡ്സില മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്ത് അതേ മെത്തേഡ് തന്നെയായിരിക്കും നമ്മുടെ ടച്ചാനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ടച്ചാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ടച്ചാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ടച്ചാൻ്റെ അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പവറുള്ള ആർമർ കാറും അതുപോലെ തന്നെ നമുക്ക് ട്രാക്ടറും വെച്ചിട്ടുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വടംവലിയുടെ ഒരു ഇത്. അതുപോലെ തന്നെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയായിരിക്കും നമ്മുടെ ടച്ചാൻ്റെ ചാലഞ്ചും കൂടി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കത് പല വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതിനകത്ത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായി, ഈ ടച്ചാനും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തൊട്ടപ്പുറത്തും വണ്ടിക്കകത്ത് ആൾ വേണ്ടേ, എന്നാലല്ലേ വലിച്ചിട്ട് കാര്യമുള്ളെന്ന്. അപ്പം ഈ ടച്ചാൻ്റെ അകത്ത് നമുക്ക് വേറെ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡെവലപ്പറും കാര്യമാണ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയയിലാണ് ഇപ്പം ഡെവലപ്പർ കാര്യം നിൽക്കുന്നത്. ഒരു മൾട്ടിപ്ലെയറിൻ്റെ രീതി ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിക്കവാറും മൾട്ടിപ്ലെയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ ചാലഞ്ച് മോഡും കൂടി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ജസ്റ്റ് കൂടെ അതുകൂടി കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതും കൂടെ നമ്മുടെ ഡെവലപ്പറോട് ചോദിച്ച് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോസിനകത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ടച്ചാനും കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രം പറഞ്ഞത്, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളും പറഞ്ഞത്. ഡെവലപ്പർ അത് പറഞ്ഞിട്ടില്ലായിരുന്നു ആ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളുടെ കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ തോന്നുന്നു വെച്ചാൽ മൾട്ടിപ്ലെയർ മോഡ് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, എന്നാലും ഈ സാധനം കാര്യങ്ങളൊക്കെ വർക്കാവുന്നതെന്ന് എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ നമുക്കിതിപ്പം അപ്പുറത്തിപ്പം വേറൊരു വണ്ടിക്കകത്തൊരു ബോട്ട് കാര്യമാണ് NPC പ്ലെയറിനെ വെച്ചിട്ട് നമ്മളിവിടെ വണ്ടി ഓടിക്കുന്ന രീതിയായിരിക്കും വരുന്നത്, അതോ നമുക്കല്ലാതെ വേറെ രീതിയാണോ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ടച്ചാൻ പോലെ തന്നെ വേറെ എന്തെങ്കിലും ചാലഞ്ച് മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മച്ചാൻ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ GTA 5 മോഡിൻ്റെ വർക്കും കാര്യങ്ങളും ഇപ്പോൾ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ കിട്ടാതിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആഡാകാൻ പോകുന്നുണ്ട് നമ്മുടെ ഇതിനകത്തോട്ട്. നമ്മുടെ സിറ്റിക്കകത്ത് ഏത് വീടായിരുന്നു ഇരുന്നത് അതേ സെയിം രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്തോട്ട് വരാൻ പോകുന്നത് നമ്മുടെ GTA 5 മോഡിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഈ GTA 5 മോഡിൻ്റെ അകത്തോട്ട് ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഫ്രാങ്കിളിൻ്റെ വീടും കാര്യങ്ങളും കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മൾ ആഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ GTA 5 മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇപ്പം നിലവിൽ നമുക്ക് RGS മെനു വെച്ചിട്ടായിരിക്കും ഇപ്പം നമുക്ക് ആഡ് ചെയ്യാം. RGS മെനു വെച്ചിട്ട് ആഡ് ചെയ്ത് ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൂൾസിലേക്ക് ചെന്നിട്ട് RGS ടൂളിൽ ചെന്നിട്ട് RGCM എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ നിലവിലിപ്പോൾ GTA 5 ആഡ് ചെയ്യുന്ന രീതി നമുക്കിപ്പം ഡെവലപ്പർ പറഞ്ഞ എന്താ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ വരുന്ന നിലവിൽ ഇപ്പം ആലോചിക്കുന്നതെന്ന് ഡെവലപ്പർ കാര്യങ്ങൾ പറഞ്ഞ്. ഇനി ചിലപ്പം അടുത്ത അപ്ഡേറ്റിലേക്ക് വരും പുതിയ ഫീച്ചർ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇനി പുതിയ ഫീച്ചറിലോട്ട് ഇനി ആഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇങ്ങനത്തെ ഫീച്ചർ മതി, ഇങ്ങനത്തെ ആഡിങ് ഓപ്ഷൻ മതിയോ, അത് വേറെ ഓപ്ഷനും കാര്യങ്ങളും വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ RGS ഫീച്ചർ വേണ്ട,
ഈ RGS ഫീച്ചറിനകത്ത് നമുക്ക് GTA 5 കൊണ്ടുവരേണ്ട വേറെ ഫീച്ചറിനകത്ത് കൊണ്ടുവരാൻ എന്ന് വല്ല നിങ്ങൾക്ക് ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിന് കമൻറ്റ് അനുസരിച്ച് നമുക്ക് അതുകൂടെ ഒന്ന് ആലോചിച്ച് നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ച് അത് കൊണ്ടുവരാൻ വേണ്ടി നോക്കാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാര്യങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ GTA 5 മോഡിൻ്റെ അകത്തോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാൻ വല്ല നിങ്ങൾക്ക് പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ അതോട് നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ പ്ലാൻ അനുസരിച്ച് അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ നമുക്ക് ഡെവലപ്പറിനോട് സംസാരിച്ചിട്ട് അത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കാര്യം കമൻറ്റും കാര്യങ്ങളൊക്കെ ശ്രമിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടില്ല. എന്തായാലും പകുതിയോളം ഫിനിഷ് ആയിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഫിനിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഇതിൻ്റെ ലീക്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സും കാര്യങ്ങളും ഇതാണ്. നമ്മുടെ ഫ്രാങ്കിലെ വീടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് നമ്മളോട് ഡെവലപ്പർ കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ എന്തായാലും എത്ര പേർക്ക് ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും GTA 5 ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടുമോ ഇല്ലേ നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ്സിൻ്റെ അകത്തോട്ട് വരാൻ പോകുന്ന ഇന്നോവ കാറും ഉണ്ട്, മെക്ലാറൻ ഉണ്ട്. അതുപോലെ തന്നെ GTA 5 മോഡും കാര്യങ്ങളും നമ്മൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. നമുക്ക് 50% മാത്രമേ ഉള്ളൂ. ഇത് GTA 5 മോഡും കാര്യങ്ങളും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടുമോ ഇല്ലയോ നമുക്കറിയാൻ പറ്റിയത്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഡിമാൻഡ്സ് കൂടുന്നതനുസരിച്ച് നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്തിരിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റും എന്ന് വെച്ചാൽ ഈ മാസത്തെ അപ്ഡേറ്റും കാര്യങ്ങൾ ഇനി എപ്പോഴാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിന് ചെറിയൊരു ഹിറ്റ് ഞാൻ കണ്ടുപിടിച്ച രീതി വെച്ചിട്ട് എപ്പോഴാണ് അപ്ഡേറ്റ് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ മാസത്തെ അപ്ഡേറ്റ് ജൂണിലെ അപ്ഡേറ്റ് ജൂൺ 12 നമുക്ക് വന്നിരുന്നത്. ജൂണിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് നമുക്ക് 7 8 തീയതിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. 8 തീയതിയാണ്. അപ്പം നമുക്ക് എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് നെക്സ്റ്റ് വീക്ക് എന്ന് വെച്ചാൽ 12 13 അല്ലെങ്കിൽ 14 എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പം ആ ഒരു ദിവസമായിരിക്കും നമുക്ക് കിട്ടാൻ ചാൻസ്. 14 തീയതി ചിലപ്പം 14 തീയതി ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ളത്. അല്ലെങ്കിൽ 13 തീയതി ഞായറാഴ്ച. എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ചയും ആയിരിക്കും നമുക്ക് എല്ലാ മാസത്തെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ കണക്കൂട്ടൽ വെച്ചിട്ട് അപ്പം അങ്ങനെ ആയിരിക്കും കിട്ടാൻ ചാൻസ്. അപ്പം നിങ്ങളുടെ ഒരു ചിന്തയിൽ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചൊന്ന് പറയേണ്ടതാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് അറിയാം. ഞാനും സ്റ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ ഫീച്ചറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാനും അതുപോലെ എക്സ്പ്ലോർ ചെയ്യാനും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പം പുതിയ അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഞാൻ കണക്കൂട്ടി ഡെവലപ്പറോട് ചോദിച്ചു. ഡെവലപ്പർ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഡെവലപ്പറിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഡെവലപ്പർ എല്ലാ പ്രാവശ്യം അപ്ഡേറ്റ് എടുത്ത ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഡെവലപ്പർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുന്നത്. അങ്ങനെ കണക്കൂട്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞത്. ഒന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞത്. 13 14 എന്ന് ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഒരു കണക്കൂട്ടലാണ്. ഇത് ഞാൻ കൺഫേം ചെയ്തല്ല. ഡെവലപ്പർ പറഞ്ഞല്ല, ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെക്ലാറൻ കാറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്നോവ കാറും അതുപോലെ തന്നെ വേറെ സ്പോർട്സ് കാറും സൂപ്പർ ബൈക്സും അതുപോലെ തന്നെ മോഡും ചലഞ്ച് മോഡും അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞതല്ല അത് വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമ്മുടെ RGS മോഡും കാര്യങ്ങളൊക്കെ മാറ്റത്തില്ലായിരിക്കും. അതിൻ്റെ തന്നെ കിടക്കുമായിരിക്കും. അതല്ല വേറെ പുതിയൊരു ഫീച്ചർ കാര്യങ്ങൾ കൊണ്ടുവരണം. നമുക്ക് ആഡിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മളിപ്പോൾ ലിങ്ക് പോയി ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് എടുക്കില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ലിങ്ക് ഡയറക്റ്റ് തന്നിട്ട് നമ്മൾ ആ ലിങ്ക് വെച്ചിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീച്ചറും കാര്യങ്ങളും. അപ്പം അത് എങ്ങനത്തെ രീതിയാണ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്കിതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. റിവീൽ ചെയ്തിട്ടില്ല നമ്മൾ ഡെവലപ്പർ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഞാനും വെയിറ്റിങ്ങിലാണ്, നിങ്ങളും വെയിറ്റിങ്ങിലാണെന്നറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിൽ വെയിറ്റ് ചെയ്തേ പറ്റുന്നതാണ് ഡെവലപ്പറും കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നിടം വരെ. അല്ലെങ്കിൽ എൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആദ്യം തന്നെ വാട്സപ്പ് ചാനലായിരിക്കും ആദ്യം അറിയിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കയറി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് വർക്ക് ആവുന്നില്ല, വാട്സപ്പ് ചാനലിൽ ലിങ്ക് വർക്ക് ആവുന്നില്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ പുതിയ ലിങ്ക് റിഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ